ജന്തർ മന്ദറിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ പൂർണ്ണ പരാജിതനായാണ് മോദി നിൽക്കുന്നത്. രാജ്യത്തെ പലതരത്തിലും തകർക്കാൻ നോക്കിയിട്ടും അതിനെയൊക്കെ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടും ഒന്ന് കുലുങ്ങുക പോലും ചെയ്യാത്തൊരു സർക്കാരിന്റെ പരാജയമാണിത്. അതിന്റെ ജാള്യത മറയ്ക്കാൻ അവർക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. വിദ്യാർത്ഥികൾ തെറ്റായിരുന്നുവെന്നും അവരുടെ പിന്നിൽ ആസൂത്രിതമായ മറ്റെന്തോ നീക്കമുണ്ടെന്നും തെളിയിക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഏത് കൊച്ചുകുട്ടിയെ പോലും തകർക്കാൻ കഴിയുന്ന വാദങ്ങളുമായി ഭരണകൂടം രാജ്യത്തെ യുവാക്കളെ മുഴുവൻ ആരോപിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നാട്ടിലാകെ. സമരങ്ങളെ അടിച്ചമർത്തി മാത്രം ശീലമുള്ള കേന്ദ്ര സർക്കാരിന് ആദ്യമായി മുട്ടുമടക്കേണ്ടി വന്നത് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് മുന്നിലാണ്. അതിനെ അട്ടിമറിക്കാൻ കേന്ദ്ര സർക്കാർ ഡൽഹി പോലീസിന്റെ ഒത്താശയോടെ പല അടവുകളും പയറ്റി. വിദ്യാർത്ഥികളെ ഒരു ദയാദാക്ഷിണ്യവുമില്ലാതെ തല്ലിച്ചതച്ചു, പുറത്തുനിന്ന് ഗുണ്ടകൾ ഉപയോഗിച്ചു ആക്രമിച്ചു, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ കണ്ണീർവാതകം ഉപയോഗിച്ചു, പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചു, കൊല്ലാൻ പോലും മടിക്കാത്ത തരത്തിലുള്ള അക്രമം അഴിച്ചുവിട്ടു. എന്നിട്ടും വിദ്യാർത്ഥികൾ പിന്മാറിയില്ല. രാജ്യത്താകെയുള്ള വിദ്യാർത്ഥികൾ ഒഴുകിയെത്തി. SFIയും AISFും ഐസയും സംഘടിതമായി തന്നെ സമരത്തിനിറങ്ങി. സ്ഥിരം അക്രമമുറകളിലൂടെ ഈ സമരത്തെ അടിച്ചമർത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ കേന്ദ്രത്തിന്റെയും BJPയുടെയും അടുത്ത വഴി വിദേശ ഫണ്ടും ഭീകരവാദ ബന്ധവും ആരോപിക്കലാണ്. സമരത്തിന് നേതൃത്വം കൊടുത്ത CJPയുടെ സ്ഥാപകൻ അഭിജിത് ദീപ്കെ വിദേശത്ത് ജോലി ചെയ്തിരുന്ന ഒരാളാണ് എന്ന ഒറ്റ കാര്യത്തിൽ പിടിച്ചാണ് വിദേശ ഫണ്ട് എന്ന ആരോപണമായി രംഗത്ത് വന്നിരിക്കുന്നത്. അതിനു പുറമെ ഭീകരവാദ ബന്ധവും. ഉമർ ഖാലിദിന് ഐക്യദാർഢ്യം നൽകുന്ന മുദ്രാവാക്യം മാത്രം മതിയല്ലോ കേന്ദ്രത്തിന് ഭീകരവാദ ബന്ധം ആരോപിക്കാൻ. സമരം ചെയ്തതെല്ലാം കുട്ടികളാണ്. ജൻസികളും യുവാക്കളും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും വരെ സമരത്തിന് മുന്നിട്ടിറങ്ങി. അമ്പലം കൊള്ളയടിക്കുന്നതിലും ഗുരുതരമായ വിഷയമാണ് വിദ്യാഭ്യാസ രംഗം തകർക്കുന്നതെന്ന ബോധ്യമാണ് കുട്ടികളെ ഇതിലേക്ക് നയിച്ചത്. BJPയുടെ വക്താക്കളായ എല്ലാവരും ഈ ഭീകരവാദ ബന്ധവും പൊക്കിപ്പിടിച്ചു വന്നിരുന്നു. കേരളത്തിൽ നിന്ന് മേജർ രവിയും B ഗോപാലകൃഷ്ണനും ഒക്കെ ഇതേ പല്ലവി ആവർത്തിച്ചു. അതിന്റെ അടിസ്ഥാനമോ തെളിവോ ചോദിച്ചാൽ മിണ്ടാട്ടമില്ല. അവിടെ സമരം ചെയ്യുന്നതൊന്നും കുട്ടികളല്ല, സമരം കുട്ടികൾക്ക് വേണ്ടിയല്ല, അങ്ങനെ ആയിരുന്നെങ്കിൽ ഞങ്ങളും പിന്തുണച്ചേനെ എന്ന വീമ്പൊക്കെ ഇറക്കും. ശേഷം പ്രധാനമന്ത്രി വന്ന് പെൺകുട്ടികൾ അദ്ദേഹത്തിനെ അധിക്ഷേപിച്ചത് ഒരു കൾച്ചറൽ ഷോക്കാണെന്ന് പറയും. ഇസ്രായേൽ വംശഹത്യയ്ക്ക് ഉപയോഗിക്കുന്ന ആയുധങ്ങളിൽ പോലും ഇന്ത്യ കൊടുത്തവയുണ്ട്. ലോകം കണ്ട ഏറ്റവും വലിയ ലൈംഗിക കുറ്റവാളി എപ്സ്റ്റീന്റെ ഫയലുകളിൽ പോലും നമ്മുടെ പ്രധാനമന്ത്രിയുടെ പേരുണ്ട്. ട്രംപ് പറയുന്നിടത്താണ് നമ്മുടെ ഇറക്കുമതിയും കയറ്റുമതിയും. പക്ഷേ വിദേശ ഫണ്ടും ഭീകരവാദവും ഒക്കെ നാട്ടിലെ യുവാക്കളാണ് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ മാത്രം പൊട്ടിമുളച്ച ഒരു കൂട്ടായ്മയാണ് 12 വർഷത്തെ അരാജകത്വ വാഴ്ചയുടെ ഒരു കല്ലെങ്കിലും ഇളക്കിയത്. ഇതൊക്കെ ജനം കാണുകയാണ് എന്ന ഓർമ്മയോടെ വേണം ഇത്തരം നട്ടാ കുരുക്കാത്ത നുണകൾ വായുവിലേക്ക് പറത്തിവിടാൻ.